അമിത കളിപ്പാട്ട ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാവുന്ന പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ച് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ സംസാരിക്കുന്നു. ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ ധാരാളമായി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു രീതി വളരെ സാധാരണമായി കണ്ടുവരുന്നു. കുഞ്ഞുങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് കുറേയേറെ കളിപ്പാട്ടങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട്. അതൊരു പ്രവണതയാണ്, അതൊരു ശീലമായിട്ട് വരികയാണ്. ഈ പ്രവണത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിപണിയിൽ ആയിരക്കണക്കിന് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. എന്നാൽ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യത്തിൽ അധികം കളിപ്പാട്ടങ്ങൾ ഗുണത്തേക്കാളേറെ കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ദോഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് സംശയം കാണാം. ആവശ്യത്തിലധികം കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ അവരിൽ കുറേയേറെ സ്വഭാവത്തിൽ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിൽ ഒന്ന് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധക്കുറവിന് കാരണമാകുന്നു. അത് ഒരു പരിധി വരെ കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു കളിപ്പാട്ടത്തിൽ തന്നെ അധിക നേരം ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരുന്നു. ഇടയ്ക്കിടെ കളിപ്പാട്ടങ്ങൾ മാറി മാറി എടുത്ത് കളിക്കുന്ന ഒരു പ്രവണത കൂടി വരികയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് സാരമായ ശ്രദ്ധക്കുറവുണ്ടാകുന്നു. സാധാരണ രീതിയിൽ നമ്മൾ പണ്ടൊക്കെ കളിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, സാങ്കല്പികമായിട്ട് തന്നെ ടീച്ചറായിട്ടും അമ്മയായിട്ടും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതായിട്ടും അല്ലെങ്കിൽ വീട്ടിലെ തന്നെ ഒരാൾ ചെയ്യുന്ന പോലെ കുഞ്ഞുങ്ങൾ കളിക്കാനും ഒക്കെ ചെയ്യുന്ന പ്രവണത മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കളിപ്പാട്ടങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ആ ഒരു ചിന്തയിലൊക്കെ മാറി ആ ഒരു കളിപ്പാട്ടം മാത്രമായി കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കളിപ്പാട്ടങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കുട്ടികളുടെ ഇത്തരത്തിലുള്ള വികാസങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെ കൂടുതലുമാണ്. രണ്ടാമത് പറയുന്നത് വൈകാരിക ആശ്രിതത്വമാണ്. അതായത് കുഞ്ഞുങ്ങളിലെ വിരസത, സമ്മർദ്ദം എന്നിവ ഉണ്ടാകുമ്പോൾ അവർ കളിപ്പാട്ടങ്ങളെ ആശ്രയിക്കുന്നതായി കണ്ടുവരുന്നു. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ കളിപ്പാട്ടങ്ങളെ ആശ്രയിക്കുന്നത് കൂടുകയും കുഞ്ഞുങ്ങളുടെ വൈകാരിക വികസനത്തിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നു. അത് ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ കളിപ്പാട്ടങ്ങളിലെ വൈകാരിക നിമിഷങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിക്കുന്നത് അനാരോഗ്യമായി ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഈ ശ്രദ്ധക്കുറവ്, രണ്ട് വൈകാരികമായിട്ടുള്ള അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെ അവർക്കുള്ള പല ഇമോഷനിലും അതിൽ പല വൈകാരികമായ സ്വഭാവങ്ങളും അവര് മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയും അവര് എടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഭാവിയിൽ കുഞ്ഞുങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടും ഉണ്ട്. മൂന്നാമതായി പറയുന്നത് സഹോദരങ്ങളുമായ സംഘർഷത്തിന്റെ സാധ്യത കൂടുകയാണ്. അതായത് കളിപ്പാട്ടങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഒന്നിലധികം കുട്ടികൾ ഉള്ള വീടുകളിൽ ആണെങ്കിൽ കളിപ്പാട്ടത്തിന്റെ പേരിൽ അവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന്റെ സാധ്യത കൂടുന്നു. ഒരേ സമയം തന്നെ രണ്ടാൾക്കും ഒരേ കളിപ്പാട്ടം വേണമെന്ന തർക്കം സംഘർഷത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ അമ്മയും അച്ഛനും അതല്ല വീട്ടിലുള്ള മറ്റ് അംഗങ്ങളായിക്കോട്ടെ ഇതൊക്കെ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ആ കുഞ്ഞു മനസ്സുകളിൽ വളരെയധികം തെറ്റായ രീതിയിലുള്ള സ്വഭാവത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? അതിൽ ഒന്ന്, കളിപ്പാട്ടം നൽകുന്നതിൽ പരിധി നിശ്ചയിക്കുക. കുഞ്ഞുങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന എണ്ണം മനസ്സിലാക്കി മാത്രം കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുക. ഇതുമൂലം അവർക്ക് ലഭിക്കുന്ന കളിപ്പാട്ടത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും കളിക്കുമ്പോൾ ക്രിയാത്മകമാകാനും സാധിക്കുന്നു. നമ്മൾ ഈ മേടിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടം അതിന്റെ വാല്യൂ, അതാണ് ഈ മൂല്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ മൂല്യം കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. കാരണം ഇപ്പോഴത്തെ തലമുറയിൽ ആ ഒരു മൂല്യം എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണോ കുഞ്ഞുങ്ങൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് വാശി പിടിക്കുന്നത് ആ സമയത്തിനെ നമ്മൾ ഓടിപ്പോയി കടയിൽ ചെന്ന് കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രവണതയാണ് നമ്മൾ ആദ്യം നിർത്തേണ്ടത്. രണ്ട്, കുഞ്ഞുങ്ങളെ സജീവമായി കളിക്കാൻ അനുവദിക്കുക. ഇപ്പോൾ എത്ര പേരുണ്ട് കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് പുറത്തു വിട്ട് കളിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ട്. അപ്പൊ ഈ ഒരു കഴിവുകളൊന്നും നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കാണ്ട് കളിപ്പാട്ടങ്ങൾ മാത്രം വെച്ച് കളിക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിവുകളുണ്ട്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് നമ്മൾ നയിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിലെ കളിപ്പാട്ടം മാത്രം വെച്ചുള്ള കളികളിൽ നിന്ന് മാറി അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
ഉദാഹരണം പറഞ്ഞാൽ വീടിന് പുറത്തിറങ്ങി കളിക്കുക, ചിത്രരചന തുടങ്ങിയ പ്രവൃത്തികൾ കുട്ടികളുടെ ക്രിയാത്മകമായ വികസനത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ ഒരു ഒളിഞ്ഞു കിടക്കുന്ന അവരുടെ കഴിവുകളാണ് കുട്ടികളുടെ ക്രിയാത്മകമായ വികസനത്തിന് കൂടി സഹായിക്കുന്നത്. അത് നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക. 3. ദിവസവും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൃത്യമായ സമയം നിശ്ചയിക്കുക. ഇതുകൂടാതെ എന്തൊക്കെയാണ് ആ സമയത്ത് കളിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ കൂടി അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരു സമയം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാനും സാധിക്കും. ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ശ്രദ്ധ പരിധി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. നമ്മൾ ഈ ഒരുപാട് കളിപ്പാട്ടം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളിലെ ശ്രദ്ധ മാറിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ഈ റീൽസും കാര്യങ്ങളും നോക്കുന്നത് പോലെ തന്നെ അറ്റ് ഒരു 2 minutes ആണ് ആ റീൽസിൽ, അല്ലെങ്കിൽ 3 minutes ആണ് റീൽസ് വരുന്നത്. ആ സമയം ഒരു റീൽ കഴിഞ്ഞു, നെക്സ്റ്റ് റീൽ. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കളിപ്പാട്ടങ്ങളുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ ഒരു കളിപ്പാട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു കളിപ്പാട്ടം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളിപ്പാട്ടത്തിലുള്ള കളി എങ്ങനെയാണെന്നുള്ളതും മാത്രമല്ല അത് ക്രിയാത്മകമായി കളിക്കാനും അത് വെച്ച് മാത്രം എങ്ങനെയൊക്കെ കളിക്കാം, എത്ര സമയം കളിക്കാം എന്നുള്ളത് കുട്ടികൾ ചിന്തിച്ച് കളിക്കുകയും ആ ഒരു ശ്രദ്ധ കുറവ് എന്നുള്ളൊരു രീതിയിലോട്ട് പോവാതിരിക്കാൻ വളരെയധികം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. 4. കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ ചെലുത്തണം. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്ര ശ്രദ്ധിക്കാനുള്ളത്? എത്ര കളിപ്പാട്ടം വാങ്ങുന്നു എന്നതിലുപരി എത്ര തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വികസനത്തിന് സഹായിക്കുന്നു എന്നതിലാണ് നമ്മൾ പ്രാധാന്യം വെക്കേണ്ടത്. കുട്ടികളുടെ ക്രിയാത്മക ബുദ്ധിയെയും ആ പ്രായത്തിൽ വേണ്ടുന്ന വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ പൈസ കൊടുത്ത് ഇപ്പൊ എത്ര വിലയുള്ള കളിപ്പാട്ടങ്ങളാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന്റെ വയസ്സ് എത്രയാണ്, ആ വയസ്സിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം കളിപ്പാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉപയോഗമുള്ളതും അല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്നതുമല്ല. ഈ കളിപ്പാട്ടങ്ങളിൽ തന്നെ പല രീതിയിലുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. അതിൽ ദോഷകരമായ കളിപ്പാട്ടങ്ങളും ഉണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോയ്സുകളിൽ ബട്ടൺ ബാറ്ററീസ് പോലത്തുള്ള ടോയ്സ് ഉണ്ട്. അങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ നമ്മൾ ഒരു 6 മാസം 7 മാസമുള്ള ഒരു കുഞ്ഞിനാണ് വാങ്ങി കൊടുക്കുന്നതെങ്കിൽ ഈ ഓരോ സാധനങ്ങളും കൈ വെച്ച് ഇളക്കാനുള്ള പ്രേരണയായിരിക്കും അവർ കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ ഈ ബട്ടൺ ബാറ്ററി ടോയ്സ് പോലത്തുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ അവരിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇളക്കി കുഞ്ഞുങ്ങള് വിഴുങ്ങാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് കുഞ്ഞുങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം കുഞ്ഞുങ്ങൾ അതൊക്കെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. അതും കുഞ്ഞുങ്ങളുടെ വയസ്സ് നോക്കണം. 6 മാസമുള്ള കുഞ്ഞുങ്ങൾക്കല്ല നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. രണ്ടാമത് ഞാൻ പറയുന്നത് മാഗ്നെറ്റ് ആണ്. അതായത് ഈ റൗണ്ട് മാഗ്നറ്റ് ആണ് കൂടുതലും ഞാൻ പറയുന്നത്. റൗണ്ട് മാഗ്നറ്റ് ഉള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ മേടിക്കുക ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ അത് ഇളക്കാനുള്ള കൂടുതലായിട്ടുള്ള പ്രേരണകളുണ്ട്. അത് ഈ റൗണ്ട് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 3-4 ഒരുമിച്ച് ചേർന്നിട്ടുള്ള കാന്തങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു കളിപ്പാട്ടത്തിലുള്ളത്. അത് ഓരോന്നും ഇളക്കി കുഞ്ഞുങ്ങൾ വായിലിടുകയും മാത്രമല്ല അത് വയറ്റിനകത്ത് പോയിട്ട് ഒരുമിച്ച് ചേർന്ന് അത് അവിടെ കിടന്ന് കേടാവാനും ഉള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ രണ്ടാമത് നോക്കുന്നത് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ബലൂൺ ആണ്. അതായത് ബലൂൺ പോലത്തുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണെന്നുള്ള എങ്ങനെയായാലും കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില കുട്ടികൾ എന്ത് കിട്ടിയാലും തറയിൽ കിടക്കുന്നതാണെങ്കിലും അവര് കഴിക്കാനുള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പൊ ഈ ബലൂൺ അങ്ങനത്തെ പോലത്തെ കളിപ്പാട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതും കുഞ്ഞുങ്ങളെ വിഴുങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്ന കളിപ്പാട്ടങ്ങളും മറ്റു സാധനങ്ങളും ഒരു എതിർപ്പും ഇല്ലാതെ മേടിച്ചു കൊടുക്കുന്നതിലല്ല, മറിച്ച് അവർക്ക് ദോഷമാകാത്ത തരത്തിൽ തിരഞ്ഞെടുത്ത് ഒരു പരിധിക്കുള്ളിൽ നിർത്തി മേടിച്ചു കൊടുക്കുന്നതിലാണ് അവരോട് സ്നേഹവും കരുതലും ഉണ്ടാവേണ്ടത്. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ചുള്ള വികാസം ഉറപ്പുവരുത്താനാകും. അമിത കളിപ്പാട്ട ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാവുന്ന പെരുമാറ്റ വൈകല്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ.